വർഷങ്ങളായിട്ടുള്ള രാജ്യത്തെ പേപ്പർ ലീക്ക് മോദി സൈലന്റ് ആയിരുന്നു. എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോളിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു, മോദി സൈലന്റ് ആയിരുന്നു. റുപ്പി ഫോളിങ്, അതായത് നമ്മുടെ മൂല്യ തകർച്ച, രൂപയുടെ തകർച്ച കണ്ടപ്പോഴും മോദി സൈലന്റിലായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ രാജ്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിനും മോദിജി സൈലന്റ് ആയിരുന്നു. വാറ് വന്നു, വാറിൻ്റെ ശേഷമുള്ള അമേരിക്കൻ താരിഫ് വന്നു, അങ്ങനെ പല കാര്യങ്ങളും വന്നു. എല്ലാത്തിലും നമ്മുടെ മോദിജി സൈലന്റ് ആയിരുന്നു. പക്ഷെ മോദിജിയുടെ ഒരു വീഡിയോ അങ്ങ് മേത്ത റിമൂവ് ചെയ്തപ്പം മോദിജി അടക്കമുള്ള സകലതും സടകുഴഞ്ഞ് എഴുന്നേറ്റു. സുക്കറണ്ണൻ നേരിട്ട് വന്ന് മാപ്പ് പറയണമെന്നും പറഞ്ഞ് മാപ്പ് പറയിപ്പിച്ചു വിത്തിൻ 2 days. അതാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. മോദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് മാത്രമാണ്. അതല്ലാത്ത യഥാർത്ഥ മോദി എന്താണെന്ന് അറിയണമെങ്കിൽ 2000-കളിലോട്ട് പോകണം. നമ്മൾ 2000-കളിൽ മോദി ഭരിച്ചിരുന്ന ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളും അന്ന് മോദിജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞാൽ മോദി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് 2014 ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ കാണുന്ന മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാധനം മാത്രമാണ്. അതുള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വഗുരു പട്ടം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സംഘികൾ മാത്രം ചാർത്തി കൊടുത്ത് ലോകത്തിന് എന്താണ് വിശ്വഗുരു എന്നറിയില്ലെങ്കിലും സംഘികൾക്കും നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ PR വർക്കുകൾക്കും മാത്രം അറിയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് മോദിജിനെ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതും. പ്രത്യേകിച്ച് ജെൻസി. 2014 മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്നത്തെ ജെൻസി, എനിക്ക് തോന്നുന്നു അന്ന് ജെൻസിന് 2014 18-19 വയസ്സാണ് ജെൻസിക്കുള്ളത്. അതായത് 18-19 വയസ്സ് മുതൽ താഴോട്ടുള്ള അന്ന് ജനിച്ച ഇന്ത്യയിലുള്ള ആരും, ഇന്ത്യയിലല്ല ലോകത്തുള്ള ആളുകളൊക്കെ ജെൻസി വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ 2014 മോദിജി വരുന്ന സമയത്ത് 2026-27 സമയമായപ്പോഴേക്കും ഈ ജെൻസികളും ജെൻസിയുടെ താഴത്തുള്ള ജെൻ ആൽഫകളും ആകെ കണ്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മോദി മാത്രം. അതിൻ്റെ അപ്പുറത്തോട്ട് മോദി എന്തായിരുന്നോ, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ആരായിരുന്നോ, അവർ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തെന്നോ അറിയാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം ജെൻസി അടക്കമുള്ള ഇപ്പോഴത്തെ മില്ലിയൻസും ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഏറ്റവും പൈസ കൊടുത്ത് PR വർക്ക് ചെയ്യുന്ന പാർട്ടി BJP സംഘപരിവാറാണ്. അവരേറ്റവും കൂടുതൽ കോടികൾ മുടക്കുന്നത് ഈ പറഞ്ഞ മോദിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മോദിജിയുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ മോദിജിക്കെതിരെ ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ട്, മോദിജിക്കെതിരെ കുറെ മെമ്മുകൾ വരുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പറഞ്ഞ സുക്കറണ്ണ നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞാലേ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ ഇന്ത്യയിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മേറ്റ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ഭീഷണി വരാനുള്ള കാരണം ഇത് തന്നെയാണ്. 2013 കാലഘട്ടത്തിലാണ് ഞാനൊരു എൻ്റെ MBA പാസ്സാവുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കഥ പറയുകയാണ്. അത് 2013 ഞാൻ MBA പാസ്സാവുന്നത് SRM യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിലുള്ള ആ സമയത്ത് മോദിനെ പറ്റി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പഴയ ഈ പറഞ്ഞ ഗുജറാത്ത് കലാപങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് മോദിനെ പറ്റി നമുക്ക് എല്ലാം വലിയൊരു അറിവൊന്നും വന്നില്ല. പക്ഷേ 2011-12 കാലഘട്ടങ്ങളിൽ ഈ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് മുതൽ മോദിനെ മാത്രമാണ് സംഘപരിവാർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതായത് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ള കലാപങ്ങൾ വരികയാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണമെങ്കിൽ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് മോദിയാണ് എന്നുള്ളൊരു തോന്നൽ അന്ന് ഇവർക്കുള്ളത് കൊണ്ടാണ് മോദിനെ അവരിങ്ങനെ പൊക്കി എടുത്ത് കൊണ്ടുവരുന്നത്. 2013 കാലഘട്ടങ്ങളിൽ ഞാൻ SRM പഠിക്കും. ഞാൻ എന്തുകൊണ്ട് ഇത് പറയാൻ പോകുന്നുള്ളത്, 2013 ഞങ്ങളുടെ കോൺവക്കേഷൻ, അതായത് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന കോൺവക്കേഷൻ പരിപാടിക്ക് അന്ന് മോദിജി ആയിരുന്നു ഞങ്ങളുടെ പ്രധാന അതിഥിയായിട്ടാണ് അവിടെ വന്നിരുന്നത്. അപ്പം നമ്മൾ അന്ന് ആലോചിച്ച് എന്തിനാ മോദിനെ എന്തിനാണ് കൊണ്ടുവരുന്നത്? നമുക്ക് അവിടെ കുറേ മറ്റുള്ള ആൾക്കാരുണ്ട്, നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുണ്ട്, ചെന്നൈയിലുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യയിലെ അല്ലെങ്കിൽ വലിയ എന്താ പറയുക മറ്റ് പ്രധാനമന്ത്രിമാർ, അന്നത്തെ പ്രധാനമന്ത്രിയാണോ അല്ലെങ്കിൽ ആ ഭരിക്കുന്ന മന്ത്രിമാരോ, ഇവരാരുമല്ല, ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരിക എന്നുള്ള ഒരു സംഭവം അന്ന് നിങ്ങൾ കുറേ ആലോചിച്ചു. പക്ഷെ അന്നത്തെ റോ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഈ സ്ഥലങ്ങളിലെ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റിയിലും, അതായത് പൈസ കൊടുത്ത് നല്ല ഹൈ എൻഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അന്ന് എന്താ ഉണ്ടായിട്ടുള്ളത്, ഈ മോദിജി ആയിരുന്നു അന്നത്തെ പ്രധാന അതിഥിയായിട്ട് വന്നുകൊണ്ട് കോൺവക്കേഷനുകൾക്ക്. അപ്പോൾ മോദിജിനെ പ്രൊമോട്ട് ചെയ്യുക, അന്ന് മുതൽ കോടികൾ മുടക്കിയിട്ടാണെങ്കിൽ മോദിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലാണ് BJP മുന്നോട്ട് വന്നത്. അവിടെയാണ് കോൺഗ്രസ് താഴോട്ട് പോയത്. അവർ ഫണ്ട് കുറവായതുകൊണ്ട് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ അവർ മറന്നുപോയി. 50 ലക്ഷത്തിലധികം വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ കൂടെ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, ട്വിറ്റർ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, ഇല്ലാത്ത കഥകൾ അടിച്ചിറക്കി ഒരു പ്രൊപ്പഗണ്ട ന്യൂസ്, ഒരു PR വർക്ക് കൊണ്ട് മാത്രം വന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ട് മോദി ഭരിക്കുന്ന പാർട്ടികളെയും മോദി ഭരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന മോദിയുടെ മന്ത്രിമാരെയും കൊണ്ടുവരാൻ സംഘപരിവാറിന് സാധിച്ചു. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾക്ക്, ഇന്ത്യയിൽ നടക്കുന്ന ഒരേ വൃത്തികെട്ട കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് വാതുറക്കാത്ത മോദിയും അമിത്ഷായും അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരും ഈ പറഞ്ഞ RSS പാർട്ടികളും ഇപ്പം മോദിയുടെ ഒരു വീഡിയോ റിമൂവ് ചെയ്യപ്പോഴേക്കും ചാടി വരുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ മോദി ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം വരെ ഇല്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടു മേറ്റയുടെ ഗ്ലോബൽ ലീഡേഴ്സ് വരെ വന്നിട്ട്
മോദിയുടെ കാല് പിടിച്ച ഒരു അവസ്ഥ. അതായത് നമ്മുടെ ഇന്ത്യയുടെ IT മന്ത്രാലയം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജോയിന്റ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി IT ഡിപ്പാർട്ട്മെന്റ് ചെയർപേഴ്സൺ ആയിട്ടുള്ള നിഷികാന്ത് ദുബെയും അവരുടെ മൊത്തം ടീമും വന്നിട്ട് മോദിയുടെ ഒക്കെ വീഡിയോ പോവുക, മോദിയുടെ പറ്റി അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് നേരിട്ട് സുക്കരണൻ വന്ന് മാപ്പ് പറയണം, മാർക്ക് സുക്കംബർഗ് വന്നിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ട് പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മാപ്പ് നേരിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഗ്ലോബൽ ലീഡേഴ്സ്, അതായത് ഇവരുടെ മേത്തയുടെ ഗ്ലോബൽ ഹെഡ്സ് ഒക്കെ വന്നിട്ട് നേരിട്ട് മാപ്പ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ മാപ്പ് കൊടുത്തത് മോദിയുടെ വീഡിയോ റിമൂവ് ചെയ്തതിനല്ല, ഇവർ പറഞ്ഞ അലിഗേഷൻസ്, അതായത് നാട്ടിലെ ഇന്ത്യയിലെ ചെറിയ പെൺപിള്ളേരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ്, ഡീപ് ഫേക്കുകൾ വരുന്നുണ്ട്, പിന്നെ മോദിയുടെ ട്രോളുകൾ വരുന്നുണ്ട്. ഇതൊന്നും പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞത്. അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മോദിയുടെ വീഡിയോ റിമൂവ് ചെയ്തതിൽ അതൊരു തെറ്റ് സംഭവിച്ചു, ഒരു അബദ്ധം സംഭവിച്ചു, അത് റീസ്റ്റോറും ചെയ്തു. പക്ഷെ അതിന് മാപ്പ് പറയാൻ സുക്കരണൻ എന്നല്ല ആരും വന്നിട്ടില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജെൻസി പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആക്റ്റീവാണ് ജെൻ ആൽഫ എന്നുള്ളത്, മിലേനിയൻസും. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ ഒരു BJP സപ്പോർട്ടേഴ്സ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഫോർവേഡുകൾ കണ്ടിട്ട് സ്വയം അങ്ങ് എന്താ പറയുക, ഇങ്ങനെ പുളകം കൊള്ളിക്കാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ ഇട്ടാലും ഫേസ്ബുക്കിൽ ഇട്ടാലും ഇൻസ്റ്റയിൽ ഇട്ടാലും താഴത്ത് വന്ന് പച്ചത്തറി പറയുന്ന അവരുടെ ഒരു ശാഖാ സംസ്കാരം കാണിക്കാനാണ് ഏറ്റവും കൂടുതൽ BJPയുടെ ഈ സംഘപരിവാർ RSS മിത്രങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് കാര്യപ്പെട്ട രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ രാജ്യം ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താലോ ഒക്കെ നമ്മൾ ഒന്നുകിൽ രാജ്യദ്രോഹിയോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ നമ്മൾ നമ്മളങ്ങ് മാറ്റി നിർത്തും. അതായത് നേരിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ അതല്ലാത്ത കാര്യങ്ങളുടെ താഴത്ത് വന്നിട്ട് പച്ചത്തെറി വിളിക്കുക, വീട്ടിലെ ശാഖയിൽ പറയുന്ന തെറി, വീട്ടിൽ വിളിക്കുന്ന തെറി, അച്ഛനെയും തള്ളനെയും അമ്മനെയും മക്കളും പരസ്പരം പറയുന്ന തെറികൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ സംഘ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറ്. സംഘ തീവ്രവാദികൾ, സംഘരാജ്യദ്രോഹികളോ അത് മാത്രമേ ശ്രമിക്കാറുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിരുന്നു ജെൻസികളുടെ കലാപം, അല്ലെങ്കിൽ ജെൻസികളുടെ കലാപം എന്ന് നമ്മുടെ പറഞ്ഞ സംഘ ഓളികൾ വിശേഷിപ്പിക്കുന്ന ജെൻസി പ്രൊട്ടസ്റ്റ്. ഈ പ്രൊട്ടസ്റ്റിൽ അവർ മോദിനെ തെറി വിളിക്കാൻ ഇതിനൊന്നും പോയിട്ടില്ല. അവർ തമാശ രീതിയിൽ മോദിയുടെ കോമാളിത്തരങ്ങൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കോമാളിത്തരങ്ങൾ എന്നുള്ള രീതിയിൽ അവർ ട്രോളുകൾ ഇറക്കി. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോയത് ഈ പറഞ്ഞ പാർട്ടിയും മോദിനെയും തന്നെ. മോദിയുടെ ആ ഒരു പട്ടം അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ അങ്ങോട്ട് വന്നു. അതായത് ഗോധി മീഡിയകൾ മാക്സിമം ട്രൈ ചെയ്തു, ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. ഗോധി മീഡിയകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഈ പറഞ്ഞ കുറച്ച് സംഘഒളികൾ മാത്രം കണ്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുളകം കൊള്ളുന്ന വാർത്തകൾ മാത്രമാണ് ഈ ഗോധി മീഡിയ കൊടുക്കുന്നത് എന്നുള്ളത് ജെൻസിക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായി, നമ്മളെപ്പോലത്തെ കുറേ ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ട് ഗോധി മീഡിയയുടെ വ്യൂസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അതുപോലെ തന്നെ ഗോധി മീഡിയ പുഷ് ചെയ്യുന്ന PR വർക്കുകൾക്കൊന്നും എഫക്റ്റ് ഇല്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ വോട്ട് വാങ്ങിച്ചിട്ടാണെങ്കിലും ലൈക്ക് വാങ്ങിച്ചിട്ടാണെങ്കിലും ഷെയർ വാങ്ങിച്ചിട്ടാണെങ്കിലും കമൻറ്റുകൾ വാങ്ങിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയും പാർട്ടിയുടെ എന്താ പറയുക അണികളും മാത്രമായിട്ട് BJPയുടെ നേതാക്കളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മോദിജിയുടെ ഈ ഒരു PR വർക്ക് ഇനി എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളതും അത് ഇനി എത്ര കാലം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടി വരും. അതുമാത്രമല്ല, ഇപ്പം ഇനി അത് മേടിച്ചിട്ട് ഇന്ത്യയിൽ മറ്റേ സോഷ്യൽ മീഡിയ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ബാൻ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. ബോധവും വിവരമില്ലാത്ത ഈ ടീംസ് അതൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പണ്ട് എന്താ പറയുക, ഈ ബംഗ്ലാദേശിൽ ഈ സോഷ്യൽ മീഡിയ റിമൂവ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ബാൻ ചെയ്ത സമയത്താണ് അവിടുത്തെ സർക്കാർ വരെ താഴ്ത്തു വീണ് നമ്മൾ കണ്ടു. അതായത് അവിടെ ഒരു സംവരണ ഒരു പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തോട് കൂടിയിട്ടാണ് അവിടെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് തന്നെയാണ് നേപ്പാളും നടന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മണ്ടത്തരം ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ കാണിക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതേപോലെ സുക്കറിൻ്റെ മാപ്പ് പറയേണ്ടി വരും, മറ്റാൾ മാപ്പ് പറയേണ്ടി വരും, മോദിജിയുടെ കാല് പിടിക്കേണ്ടി വരും, മോദിജിനെ പൊക്കി വെക്കേണ്ടി വരും, മോദിജിയുടെ വീഡിയോക്ക് മാത്രം പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും, മോദിജിയുടെ വീഡിയോക്ക് മാത്രം വ്യൂസ് കാണിക്കേണ്ടി വരും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മോദിജി ഒരു സോഷ്യൽ മീഡിയ ബൈ പ്രോഡക്റ്റ് ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.